എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി പച്ചടിയാണ്. അതിലേക്ക് ഒരു 1/2 കിലോ തക്കാളിയാണ് ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും വേവാൻ ആവശ്യമുള്ളത്. അതിലേക്ക് ഒരു 3/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇതൊന്ന് ഉടയാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കിതിൻ്റെ കഷ്ണം വേറെ നിൽക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ നന്നായി ഉടച്ചു കൊടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നാളികേരം അരച്ചതാണ് വേണ്ടത്. 1 കപ്പ് നാളികേരം ഇവിടെ എടുത്തിട്ടുണ്ട്, ചിരവി വെച്ചത്. അതിലേക്ക് ഒരു 4-5 മുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഒരു 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂണിൽ കുറവായിട്ട് കടുക് ചേർത്ത് കൊടുത്താൽ മതി. കടുകിൻ്റെ അളവ് കൂടണ്ട, അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റിന് വളരെ മാറ്റം വരും. ഇനി നമ്മൾക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. തക്കാളി പച്ചടി എപ്പോഴും തിക്ക് ഗ്രേവി ആയിരിക്കും. നമുക്ക് സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ നല്ല കട്ടിയിലാണ് വേണ്ടത്. ഇനി നമ്മൾക്കിത് നന്നായി അരച്ച് ഈ തക്കാളി വെന്തു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് തിളയ്ക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ നാളികേരം തിളച്ചില്ലെങ്കിൽ നമ്മുടെ കറി പെട്ടെന്ന് കേടുവരും. അതുകൊണ്ടാണ് ഇത് നന്നായി ഒന്ന് തിളച്ച് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഓഫ് ചെയ്ത് തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ കറി തിളപ്പിക്കാൻ പാടില്ല. ഇനി നമ്മുടെ നാളികേരമൊക്കെ ചേർത്ത് നന്നായി കറി തിളച്ചു. ഇനി നമ്മൾക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. കാര്യമായി പുളിപ്പില്ലാത്ത തൈരാണ്, അതുകൊണ്ട് ഞാനൊരു 4 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ പുളിപ്പുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 2 സ്പൂണൊക്കെ മതിയാകും. അത് പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പച്ചടി തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം.